Hello my dear students, welcome to Learner's World. In this video, I talk about Unit 5 Life Oriented Curriculum. It is a type of curriculum that focuses on the application of skills and values in real life situations. അപ്പോൾ ഇതുവരെ നമ്മൾ സോഷ്യൽ ഓറിയൻറ്റഡ് കരിക്കുലം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണർ സെൻറ്റേർഡ് കരിക്കുലം എന്താണെന്ന് നോക്കി. അതുപോലെ സബ്ജക്റ്റ് മാറ്റർ ഡിസിപ്ലിൻ ഓറിയൻറ്റഡ് കരിക്കുലം എന്താണെന്ന് നോക്കി. ഇനി പറയുന്നത് ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലം എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കരിക്കുലം ദാറ്റ് ഫോക്കസസ് ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് വാല്യൂസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതായത് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ വരുന്ന വാല്യൂസ്, സ്കിൽസ്, റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്, സ്കിൽസ്, ഇതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കരിക്കുലത്തിൽ, ഈ ഒരു ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ വി എച്ച് എസ് സി ഒക്കെ പഠിക്കും, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഇതിലൊക്കെ നമ്മുടെ ഒരു സ്റ്റഡീസിൻ്റെ കൂടെ, അതായത് ഒരു തൊഴിലധിഷ്ഠിത ഒരു കോഴ്സാണ് ഇതൊക്കെ. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് ജോലി സാധ്യത ഉള്ള, അതായത് റിയൽ ലൈഫിൽ അതിനൊരു ബെനഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ളതാണ് ഈ ഒരു VHSC ഒക്കെ പോലെയുള്ള ഇതൊക്കെ ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലത്തിൽ വരുന്നതാണ്. ഇറ്റ് എയിംസ് അറ്റ് ദ ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതായത് ഫിസിക്കലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും ഇമോഷണലായിട്ടും സോഷ്യലായിട്ടുള്ള ലേണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഈ തരത്തിലുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് കരിക്കുലം ലക്ഷ്യം വെക്കുന്നത്. The life-oriented curriculum emphasizes the human rights, study skills, physical education, development of the self, career choices and environmental aspects. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള കരിക്കുലം, അതായത് ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലം എംഫസൈസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്നത്? അത് ഹ്യൂമൻ റൈറ്റ്സ്, സ്റ്റഡി സ്കിൽസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെൽഫ്, കരിയർ ചോയ്സസ്, എൻവിറോൺമെൻറ്റൽ ആസ്പെക്ട്സ്, ഇവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലം എംഫസൈസ് ചെയ്യുന്നത്. ഇറ്റ് പ്രിപ്പേഴ്സ് ദ ലേണേഴ്സ് ഫോർ ലൈഫ്. അതായത് ലേണേഴ്സിന് ലൈഫ്, ജീവിതം ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലം. ഈ ഒരു ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് പ്രിപ്പേഴ്സ് ലേണേഴ്സ് ഫോർ ലൈഫ്. അതായത് ലേണേഴ്സിന് ലൈഫ് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ടൈപ്പ് ഓഫ് കരിക്കുലം. ദെൻ ഇറ്റ് ഇറാഡിക്കേറ്റ് ദ പ്രോബ്ലം ഓഫ് പോവേർട്ടി. അതായത് പോവേർട്ടി എന്നുള്ള പ്രോബ്ലം ഇല്ലാതാക്കുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് കരിക്കുലത്തിലൂടെ. അതായത് ഈ ഒരു കോഴ്സ് ലൈഫ് ഓറിയൻറ്റഡ് കരിക്കുലം ലേണർ ലേൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്, അവനൊരു പോവർട്ടി ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അവന് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണ് അവന് പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതായത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവൻ അപ്ലൈ ചെയ്യേണ്ട വാല്യൂസും അതുപോലെ സ്കിൽസൊക്കെയാണ് അവനിവിടെ പഠിക്കുന്നത്. ദെൻ ഇറ്റ് മേക്സ് ദ ലേണേഴ്സ് അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ ഈ ഒരു കരിക്കുലത്തിലൂടെ ലേണേഴ്സിൻ്റെ റൈറ്റ്സ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ അവരെ അവെയർ ആക്കുന്ന കൂടെ ഉണ്ട് ഈ ഒരു കരിക്കുലത്തിലൂടെ. ദെൻ ഇറ്റ് എംഫസൈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് വാല്യൂസ് ഇൻ ദ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതുപോലെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൻ്റെ, അതായത് ജീവിതത്തിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള വാല്യൂസ്, സ്കിൽസ്, ഇതൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ എന്താണ് എംഫസൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് കരിക്കുലത്തിലൂടെ. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ ലേണേഴ്സ് ഫേസ് ചലഞ്ചസ് ഓഫ് ലൈഫ്. അതുപോലെ ജീവിതത്തിൻ്റെ ചലഞ്ചസ്, ഇതൊക്കെ ലേണേഴ്സിനെ ഫേസ് ചെയ്യാൻ, അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കും കയറ്റും അങ്ങനെയൊക്കെയുള്ളത്, ഒരുപാട് ഡിഫിക്കൽട്ടീസും എല്ലാം നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒരു ലൈഫ് ചലഞ്ചസൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ലേണേഴ്സിനെ സജ്ജമാക്കുന്നുണ്ട് ഈ ഒരു ലേണർ ഓറിയൻറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ഡെവലപ്പ് ദ കപ്പാസിറ്റി ഓഫ് ലേണേഴ്സ്. അതുപോലെ ലേണേഴ്സിൻ്റെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡെവലപ്പ് സ്റ്റുഡൻസ് അവെയർ ഓഫ് ഡിഫറെൻറ്റ് കരിയേഴ്സ്. അതുപോലെ ലേണേഴ്സിന് അവരുടെ ഡിഫറെൻറ്റ് കരിയേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റർഡിസിപ്ലിനറി കരിക്കുലം. ഇനി എന്താണ് ഇൻ്റർഡിസിപ്ലിനറി കരിക്കുലം എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കരിക്കുലം ദാറ്റ് ഇൻകോപ്പറേറ്റ് മോർ ദാൻ വൺ ഡിസിപ്ലിൻ എൻറിച്ചിങ് ദ ഓവറോൾ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. അതായത് ഈ ഒരു ഇൻ്റർഡിസിപ്ലിനറി കരിക്കുലം ഒരു ടൈപ്പ് ഓഫ് കരിക്കുലാണ്. ഇതിൽ പറയുന്നത്
അതായത് മോർ ദാൻ വൺ ഡിസിപ്ലിൻ, അതായത് ഒന്നിൽ കൂടുതൽ ഡിസിപ്ലിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കരിക്കുലമാണ് ഇൻ്റർ ഡിസിപ്ലിനറി കരിക്കുലം എന്ന് പറയുന്നത്. ഒരു ഡിസിപ്ലിനല്ല, മോർ ദാൻ വൺ ഡിസിപ്ലിനാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ഓവറോൾ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ മോർ ദാൻ വൺ ഡിസിപ്ലിൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കരിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് കമ്പൈൻസ് സെവറൽ സബ്ജക്ട്സ് ടുഗദർ ടു ക്രിയേറ്റ് എ പവർഫുൾ ലേണിംഗ്. അതായത് ഇതിൽ ഒരുപാട് സബ്ജക്ട്സ് ജോയിൻ ടുഗദർ ആയിട്ട് ഒരു പവർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇൻ്റർ ഡിസിപ്ലിനറി കരിക്കുലത്തിനുള്ളത്. ഇൻ്റർ ഡിസിപ്ലിനറി കരിക്കുലം ഈസ് ഡിസൈൻ ബൈ മേക്കിംഗ് യൂസ് ദ എക്സ്പെർട്ടൈസ് ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്. അപ്പോൾ ഇതിൽ ഇൻ്റർ ഡിസിപ്ലിനറി കരിക്കുലത്തിൽ എന്താണ്, മോർ ദാൻ വൺ ഡിസിപ്ലിൻ ഉണ്ടാകും. അതായത് ഒരുപാട് സബ്ജക്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ടാവും, ഡിഫറെൻറ്റ് ടീച്ചേഴ്സ്, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടീച്ചേഴ്സിൻ്റെ ആവശ്യകത നമുക്ക് ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് എൻകറേജസ് ദം ടീച്ചിങ് ബൈ ടീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. അപ്പോൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സിലുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അവിടെ എന്തുണ്ടാകും, ഒരു ടീം ടീച്ചിങ് ഉണ്ടാകും അല്ലേ. അതായത് ഓരോ സബ്ജക്ട്സും, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെ ഓരോ സബ്ജക്ട്സും ലുള്ള ടീച്ചേഴ്സും ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ടീം ടീച്ചിങ് എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തിൽ, ഈ ഇൻ്റർ ഡിസിപ്ലിനറി കരിക്കുലത്തിൽ. It covers a wide range of topics and subjects and provide a blend of learning experience. അതുപോലെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് അതുപോലെ സബ്ജക്ട്സൊക്കെ ഇത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടോപ്പിക്സും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ topic is tourism, a student may learn about the revenue generated by the tourism in an economic class. അതായത് നമ്മുടെ ടോപ്പിക് ടൂറിസം ആണെങ്കിൽ ആ കുട്ടി എക്കണോമിക് ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നുണ്ട്, അതായത് റവന്യൂ ജനറേഷൻ, അതായത് ടൂറിസത്തിലുണ്ടാകുന്ന റവന്യൂ ജനറേഷനെ കുറിച്ചിട്ട് എക്കണോമിക് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഹി മേ ഹിയർ സം ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ടൂറിസം ഇൻ എ ഹിസ്റ്ററി ക്ലാസ്. അതേസമയം അവന് ഹിസ്റ്ററി ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നുണ്ട്, അതായത് ടൂറിസത്തിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുകൾ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവൻ പഠിക്കുന്നുണ്ട്. ഹി മേ സ്റ്റഡി ദ ടോപ്പ് ഇൻ്റർനാഷണൽ ടൂറിസം ഇൻ എ ജോഗ്രഫി ക്ലാസ്. അതുപോലെ ജോഗ്രഫി ക്ലാസ്സിൽ അവൻ എന്ത് പഠിക്കുന്നുണ്ട്, അതായത് ടോപ്പ് ഇൻ്റർനാഷണൽ ടൂറിസത്തിനെ കുറിച്ചിട്ട് അവന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവന് എന്താണ്, അതായത് വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സും സബ്ജക്ട്സൊക്കെ ഒരു നല്ലൊരു ബ്ലെൻഡ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Thus, an interdisciplinary topics afford opportunity to study single topic or an issue from different viewpoints. അതായത് നമ്മളൊരു സിംഗിൾ ടോപ്പിക്ക് അല്ലെങ്കിൽ അൻ ഇഷ്യൂ, അതായത് ഇപ്പോൾ ടൂറിസത്തിനെ കുറിച്ച് ടൂറിസമാണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സിലൂടെ നമുക്കതിനെ കാണാൻ കഴിയും, ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സിലൂടെ നമുക്കതിനെ പഠിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഹിസ്റ്ററി ക്ലാസ്സിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ആ ടൂറിസത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിക്കാൻ കഴിയും. എക്കണോമിക് ക്ലാസ്സിൽ അതിൻ്റെ റവന്യൂ ജനറേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സിൽ നമുക്ക് സ്റ്റഡി നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഇൻ്റർ ഡിസിപ്ലിനറിൻ്റെ ഇമ്പോർട്ടൻസ്, ഇൻ്റർ ഡിസിപ്ലിനറി കരിക്കുലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എക്സ്പാൻഡ് ദ അവയർനെസ് ഓഫ് ദ ലേണേഴ്സിൻ്റെ അവയർനെസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് എക്സ്പ്ലോർ ആൻ ഇഷ്യൂ ഫ്രം മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ്. അതുപോലെ സ്റ്റുഡൻസിന് ഒരു ഇഷ്യൂ മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇറ്റ് ഗിവ്സ് ഡീപ്പ് നോളജ്, ഇത് ഡീപ്പ് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻകറേജസ് ഡിസ്കവറീസ് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് മേക്ക് കണക്ഷൻസ് അമംഗ് ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ്. അതുപോലെ സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിലുള്ള ആ ഒരു കണക്ഷൻസ് ഒക്കെ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് ഡിസിപ്ലിനിലൂടെ ഐഡിയാസ് മേക്ക് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രോഡ് ഫീൽഡ് കരിക്കുലം. എന്താണ് ബ്രോഡ് ഫീൽഡ് കരിക്കുലം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കരിക്കുലം ദാറ്റ് കമ്പൈൻസ് 2 or more റിലേറ്റഡ് സബ്ജക്ട്സ് ഇൻ ടു എ ബ്രോഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി. അതായത് ബ്രോഡ് ഫീൽഡ് കരിക്കുലം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കരിക്കുലമാണ്. 2 or more റിലേറ്റഡ് സബ്ജക്ട്സ് കമ്പൈൻ ചെയ്തിട്ട്
ബ്രോഡ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് എന്ത് ബ്രോഡ് ഫീൽഡ് കരിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് റിലേഷൻഷിപ്പ് എമംഗ് സബ്ജക്ട്സ്. അതായത് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് സബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു സീ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ കരിക്കുലം കോണ്ടൻറ്റ്. അതായത് സ്റ്റുഡൻസിന് അതായത് ഈ ഒരു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ കരിക്കുലം കോണ്ടൻറ്റ് തമ്മിൽ അവയ്ക്കിടയിലെ റിലേഷൻഷിപ്പൊക്കെ മനസ്സിലാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദ സോഷ്യൽ സയൻസ് ഇൻക്ലൂഡ് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എക്സെട്ര. Then general science include biology, chemistry, physics etc. Then humanities include art, literature and music. Okay. Then importance of broad field curriculum. ഇനി ഒരു ബ്രോഡ് ഫീൽഡ് കരിക്കുലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഫോം ബ്രോഡ് ഐഡിയാസ് ഓഫ് ടോപ്പിക്സ് ആൻഡ് ഇഷ്യൂസ്. അതായത് ഇതിലൂടെ നമുക്ക് ബ്രോഡ് ഐഡിയാസും ടോപ്പിക്സും ഇഷ്യൂസൊക്കെ ഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു ലേണിംഗ്. അതുപോലെ ഇത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു സീ കണക്ഷൻസ് എമംഗ് സബ്ജക്ട്സ്. അതുപോലെ സ്റ്റുഡൻസിന് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ സബ്ജക്ട്സുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു കണക്ഷൻ ഉണ്ടെന്ന് സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ വളരെയധികം ഈ ഒരു ബ്രോഡ് ഫീൽഡ് കരിക്കുലം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് മേക്ക് ഡിസ്കവറി. അതുപോലെ അവർക്ക് സ്റ്റുഡൻസിന് ഡിസ്കവറി ഒക്കെ മേക്ക് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ലിമിറ്റേഷൻസ്, ഇറ്റ് ലാക്സ് ഡെപ്ത്ത്. അതായത് ഇതിൽ നമുക്ക് ഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഡെപ്തിൻ്റെ ഒരു അപര്യാപ്തത നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി പീസസ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. ഇത് ജസ്റ്റ് പീസസ് ഓഫ് ഇൻഫോർമേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ നിന്ന് ഒരു പീസസ് ഓഫ് ഇൻഫോർമേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ടീച്ചേഴ്സ് ടു ഫോളോ. ടീച്ചേഴ്സിന് ഇത് ഫോളോ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു അറ്റൈൻ എക്സ്പെർട്ടൈസ് ഇൻ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അതുപോലെ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട്സിൽ എക്സ്പെർട്ടൈസിന് സ്റ്റുഡൻസിന് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി പീസസ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. അതായത് ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ നിന്ന് ഒരു പീസസ് ഓഫ് ഇൻഫോർമേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ ഈ ഒരു ലാംഗ്വേജ്, അതായത് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കാൻ ചിലപ്പോൾ സോഷ്യൽ സയൻസും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും കൂടെ ഒരു ടീച്ചറായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് മാത്രം ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാൾ വന്ന് എടുക്കുക എന്നുള്ളത് ഒരു അത്ര അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment.